അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ തിരുവചനമായി ദൈവസനിലായിരിക്കാൻ തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അരുഷ്ടനും മനസ്സിനും തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ദൈവം കടാക്ഷിക്കുന്നു. അപ്പോൾ അരിഷ്ടനായിരിക്കണം, മനസ്സ് തകർന്നവനായിരിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവരെ ദൈവം കടാക്ഷിക്കുന്നു. ദൈവസനിലായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും തകർന്ന ഹൃദയത്തോടുകൂടി ദൈവസനിലായിരിക്കുമ്പോൾ ദൈവം നിശ്ചയമായി നമ്മളെ
അനുഗ്രഹിക്കും. കാരണം താഴ്മയോട് അവൻ്റെ സന്നിധിയിൽ എത്രമാത്രം നമുക്ക് താഴ്ത്താൻ പറ്റുമോ അത്രമാത്രം താഴ്മയോട് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. 42-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ഇരിക്കുന്നു. അപ്പോൾ ജീവനുള്ള ദൈവത്തിനായി തന്നെ ഉള്ള ഒരു ദാഹം നമുക്ക്, ഹല്ലേലൂയ, എപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലണം എന്നുള്ളൊരു ദാഹം. മാൻ വെള്ളത്തിന് എങ്ങനെയാണ്, ഹല്ലേലൂയ, അത് ദാഹത്തോടുകൂടി വരുന്നു, അതുപോലെ തന്നെ ദൈവമക്കൾക്കും ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള ഒരു സന്തോഷം, ഒരു ആനന്ദം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ തിരുവചനത്തിൽ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2-3 മുതലുള്ള വേദഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. അപ്പോൾ സന്തോഷിച്ചുല്ലസിക്കുവാനും സന്തോഷിച്ചാനന്ദിക്കുവാനും പറ്റുന്ന ഒരവസരം ദൈവസന്നിധിയിലാണ്. അത് ആത്മാവിൽ ദാരിദ്ര്യമുള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ അർത്ഥം ദൈവസന്നിധി നമുക്ക് താണിരിക്കാനുള്ള അല്ലെങ്കിൽ താഴ്മയോടിരിക്കാനുള്ള ഒരു അനുഭവം. ഹല്ലേലൂയ. അതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഓരോ അനുഭവം എങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന് ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. സൗമ്യതയുള്ളവരാരോ അവരാണ് ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എങ്ങനെയാണ് ഇതൊക്കെ ഈ ഓരോ വാക്കുകളും പറയുമ്പോൾ അല്ല ഏതൊക്കെ അനുഭവത്തിൽ കൂടെ കർത്താവ് നമ്മളെ വഴി നടത്തുന്നത് അത് നമുക്ക് അറിയാൻ തക്കവണ്ണം കഴിയും. കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ഞാൻ ഒരു റൂമിനകത്ത് തന്നെയാണ്, ഞങ്ങൾ 2 പേരുണ്ട്. ഒരു നടുവിലൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഒരാൾ അപ്പുറത്ത് വന്ന് കീമോ ചെയ്യാനായിട്ട് ആലുവയിൽ നിന്നുള്ള ഒരു സഹോദരി വന്ന് കിടക്കുക. ഞാനിപ്പുറത്ത് എനിക്കെന്തോ ശരീരത്തിലെന്തോ വേദന ഏതാണ്ടായിട്ട് ഷുഗറിൻ്റെ എന്തോ അസ്വസ്ഥയാൽ ഭാരപ്പെട്ടിട്ട് ഞാനും ആശുപത്രിയിൽ അവിടെ കിടക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ആ പ്രിയ സഹോദരി ഒരു മുസ്ലിം സഹോദരിയാണ്. അവരെന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ഞാൻ എപ്പോഴും ഇവിടെ കീമോ ചെയ്യാനായിട്ട് കടന്നു വരും, പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായ വേദനയാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് എന്നോട് അവർ കീമോയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് അവിടെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ അവരെ കാണുമ്പോൾ അവരുടെയൊക്കെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ ബെഡിൽ വന്ന് കിടക്കും. ഒരു മുറിയിൽ തന്നെ ഞാൻ 2 പാർട്ടീഷനാണ്. അപ്പോൾ അങ്ങനെ അവരെ കാണാനൊക്കെ ഇടയായിത്തീർന്നു. അപ്പോൾ ഒരു കീമോ കഴിഞ്ഞ് പിറ്റേ ദിവസം അവരെന്നോട് പറയുന്നതിനിടയായിത്തീർന്നു, കഴിഞ്ഞ ദിവസം എനിക്ക് കീമോ ചെയ്ത് ഒരു വേദനയും ഞാൻ അനുഭവിച്ചില്ല. ഇതിനു മുമ്പേ ഒക്കെ കീമോ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അതിവേദന കൊണ്ട് ഞാൻ പുളയുകയായിരുന്നു, എനിക്ക് ഭയങ്കര പ്രയാസങ്ങളായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മാത്രമേ എനിക്ക് അങ്ങനെ വേദന വന്നില്ല എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ത്രീയുടെ വേദന കർത്താവ് എടുത്തു മാറ്റി. അപ്പോൾ നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല. യേശു സൗഖ്യദായകനാണ് അല്ലേ. നമുക്കെപ്പോഴും പാടും, എപ്പോഴും അവൻ സൗഖ്യമാക്കുന്ന ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണേ, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണേ, തന്നടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മളതൊക്കെ പാടുമ്പോൾ ഹല്ലേലൂയ, പറയുമ്പോൾ ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം ലഭിക്കുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. യേശു സൗഖ്യദായകനാണ്, യേശു വിടുവിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ. ഞാൻ അവിടെ പ്രാർത്ഥിക്കുവാനിടയിൽ തീർന്നു. അവർ മുസ്ലിം സഹോദരിയാണെങ്കിലും ആ പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ ഒരു ആശ്വാസം ലഭിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല, എൻ്റെ യേശു വലിയവനാണെന്ന് അവരോട് പല പ്രാവശ്യം എനിക്ക് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. യേശു രക്ഷിക്കുന്ന ദൈവമാണെന്നും ഒക്കെ എനിക്ക് പറയാനിടയായി തീർന്നു. അതുകൊണ്ട് നമുക്കറിയാം ആരെങ്ങനെയാണ് സുവിശേഷം ഒരു മനുഷ്യരോട് പറയാൻ കഴിയുന്നത്. ആ നിശ്ചയമായിട്ട് ആ സുവിശേഷത്തിൽ കൂടിയാണ് ഒരു മനുഷ്യന് മാറ്റം വരുന്നത്, ഒരു വ്യത്യാസമൊക്കെ വരുന്നത്. അവിടെ ദുഃഖിച്ച് കിടക്കും അവർ. ആ സമയത്ത് അവർക്ക് അപ്പോൾ ഒരു ആശ്വാസമില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കയറി ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയിൽ തീർന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ അവർ ദുഃഖത്തോടു കൂടി ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ അവർക്ക് ആ വിടുതൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
എൻ്റെ യേശു വിടുവിക്കുന്ന ശക്തനായ ദൈവമാണല്ലോ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല. മുമ്പേ ഞാൻ പാടിയതുപോലെ അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാൽ, തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അപ്പം യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ അതെല്ലാം മാറിപ്പോകുന്നു നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ യോന എന്ന് പറയുന്നത് ഒരു പ്രവാചകനെ കുറിച്ച് നമ്മൾ യോനയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് ഹല്ലേലൂയ ആ ദേവദാസൻ പറയുന്നത്. യോനയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വേദഭാഗങ്ങൾ. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പാതാളത്തിൻ്റെ വയറ്റിൽ അയ്യം വിളിച്ച് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മീനിൻ്റെ വയറ്റിൽ അയ്യം വിളിച്ച് കിടക്കുമ്പോൾ പറയാണ്, എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. വെള്ളം എൻ്റെ പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എനിക്ക് തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തിയ. ഇവിടെ പറയാണ്, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. അപ്പോൾ യോന വിശുദ്ധ മന്ദിരത്തിലോട്ട് നോക്കിയിരിക്കുമെന്ന് പറഞ്ഞു 2-ാമത്തെ വാക്യത്തിൽ. ഇവിടെ പറഞ്ഞേക്കുന്ന 7-ാമത്തെ വാക്യത്തിൽ പറയാ, ഞാൻ ക്ഷീണിച്ചു പോയി, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയി. അപ്പോൾ ആ ക്ഷീണിച്ചു പോയ സമയത്തും എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. ആ പ്രാർത്ഥന കേൾക്കുവാൻ ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള സഹായമാണ്. 63-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു. തൻ്റെ ദയ ജീവനേക്കാൾ നല്ലാകുന്ന എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. അപ്പോൾ ആ വിശുദ്ധ മന്ദിരത്തിൽ സഹായവും ഉണ്ട്, ബലവും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ വേദനയിൽ കൂടെയാണ് കഴിയുന്നത്, ഞാൻ കഷ്ടത്തിൽ കൂടെയാണ് പോകുന്നത്, ഞാൻ പ്രയാസങ്ങളുടെ മധ്യേ ഞാൻ നിൽക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശുദ്ധ മന്ദിരത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. അപ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള സഹായം എനിക്ക് ലഭിക്കണം. ആ ലഭിച്ച സമയത്താണ് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടത്. എന്നിട്ട് പറയാണ്, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ ഛർദ്ദിച്ച് കളഞ്ഞു. യോന ഒരു തർസീസിലേക്ക് പോകാൻ കപ്പലിൽ കയറിയപ്പോഴാണ് ആ വലിയ കാറ്റും കോളും എല്ലാം ഉണ്ടായി ആ യോനയെ അല്ലെങ്കിൽ കടലിലേക്ക് ഇടുവാനിടയായി തീർന്നു. കടലിലേക്ക് ഇട്ട സമയത്ത് ഹല്ലേലൂയ നമുക്കറിയാം, ആ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആത്മാവ് കൽപ്പിച്ചിട്ടാണ്, ആ മത്സ്യത്തോട് കൽപ്പിച്ചിട്ടാണ് മത്സ്യം വന്ന് യോനയെ വിഴുങ്ങിക്കളയുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ ആ യോനയെ വിഴുങ്ങിക്കളയുവാൻ ഇടയായിത്തീർന്ന ആ 3 ദിവസക്കാലം രാവും പകലും ഒന്നും തിന്നാനും കുടിക്കാനും ഒന്നും പറ്റിയിട്ടില്ല. 3 ദിവസവും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ വിശുദ്ധ മന്ദിരത്തിലോട്ട് നോക്കും. അവിടെ കിടന്നുകൊണ്ട് പറയാം, ആ കഷ്ടതയിൽ നിലവിളിച്ചപ്പോഴാണ് പറയുന്നത്, ഞാൻ അങ്ങോട്ട് തന്നെ നോക്കും. ഹല്ലേലൂയ. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്കപട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അപ്പോൾ ചൊവ്വയുള്ള വഴി ഏതാ, ആ തീയതായ വഴി ഏതാന്ന് നമുക്ക് കാണിച്ചു തരണമെങ്കിൽ ആ വിശുദ്ധ മന്ദിരത്തിലോട്ട് നമ്മൾ ചെല്ലണം. ഹല്ലേലൂയ. ഏത് വേദന വന്നാലും പ്രയാസം വന്നാലും കഷ്ടത വന്നാലും ഹല്ലേലൂയ അങ്ങോട്ട് നോക്കണം. വിശുദ്ധ മന്ദിരത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമെന്നേ പറഞ്ഞുള്ളൂ ഹല്ലേലൂയ. പക്ഷേ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ യഹോവയെ ഓർത്തു, എൻ്റെ പ്രാർത്ഥന അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി, അവൻ്റെ അടുക്കലെത്തി. അപ്പോൾ ആ പ്രാർത്ഥന ആ വിശുദ്ധ മന്ദിരത്തിൽ എത്തി ഉടനെ അവന് മറുപടിയും ലഭിച്ചതായിട്ടാണ് നമുക്ക് അവിടെ വചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ അവനെ തന്നെ താഴ്ത്തുവാൻ അല്ലെങ്കിൽ ഇടയായിത്തീർന്നു. ഒരു പക്ഷേ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നായിരിക്കും കരഞ്ഞത് കഷ്ടതയിൽ. ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചെന്ന ഏത് വേദന വരുമ്പോഴും പ്രയാസം വരുമ്പോഴും തിരമാലകൾ വരുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു
ദൈവമാണ്. അങ്ങനെയാണ് അല്ലെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ ഛർദ്ദിച്ചു കളഞ്ഞു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. അപ്പോൾ സ്തോത്രയാഗത്തോട് ഞാൻ നിനക്ക് യാഗം അർപ്പിക്കും. അപ്പോൾ യാഗം അർപ്പിക്കേണ്ട സമയത്ത് ആ യാഗം അർപ്പിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, താഴ്ത്തേണ്ട സമയത്ത് നമ്മളെ തന്നെ താഴ്ത്തണം. ആ താഴ്ത്തുന്ന സമയത്താണ് ഹല്ലേലൂയ ഒരുപക്ഷെ ഇത്രമാത്രം സൗമ്യതയോടെ പറയാ, ഞാൻ ഞാൻ കഷ്ടതയിൽ കൂടെ കടന്നു പോവുക, അതിൻ്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത്. എത്രയോ പേര് വേദനയോടുകൂടെ ചിലപ്പോൾ അവരുടെ വേദനകളെക്കുറിച്ച് നമ്മളോട് പറയാറുണ്ട്. ആ കഷ്ടതയിലാണ്, ഞങ്ങൾ വേദനയിലാണ്, സങ്കടത്തിലാണ്. ഇതൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ദൈവം അവരെ വിടുവിക്കുന്നതായി കാണാൻ തക്കോണം കഴിയും. യേശു വിടുവിക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ പറയുവാൻ തക്കോണം ഹല്ലേലൂയ ഇടയായിത്തീരും. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. എൻ്റെ യേശുവിൻ്റെ നാമം മതിയായ നാമം. അതുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ അതിൻ്റെ ആ കൃപ പകർന്ന് നമ്മളെ വഴി നടത്തുവാൻ ഇടയാക്കി തീർക്കുന്നത്. ഹല്ലേലൂയ ഇപ്രകാരമാണ് ഒരു പാട്ടുകാരൻ പറയുന്നത്, അസാധ്യമേ വഴി മാറുക. ഹല്ലേലൂയ അസാധ്യമായിട്ട് ദൈവത്തിനൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം അസാധ്യമായിട്ടൊന്നുമില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ തക്കൊന്നും കഴിയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഏലിയാവ് എലീശയോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാരുടെ അടുക്കൽ എലീശയുടെ അടുക്കൽ പുറത്തു വന്നു അവനോട്, യഹോവ ഇന്ന് നിന്നെ എൻ്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, അതെ ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ നിന്റെ യജമാനെ ഇന്ന് നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് അറിയുന്നില്ലയോ എന്ന് ആ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിയാം, എന്നാലും ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ ആ ഏലിയാവിൻ്റെ പുറകെ നടക്കുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ട് 2-ാമത്തെ വാക്യത്തിലും ഏലിയാവ് എലീശയോട് ഞാൻ ഗിൽഗാലിൽ നിന്ന് രണ്ടുപേരും കൂടെ പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയത്താണ് ഏലിയാവ് എലീശയോട് ചോദിച്ചത്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക എന്ന്. അപ്പോൾ ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഇരുൾ നീങ്ങിയ സ്ഥലം, അല്ലെങ്കിൽ നിന്ന് മാറിയ സ്ഥലം എന്ന് അവിടെ പറയുന്നത്. രണ്ടാമത് അവൻ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു പറഞ്ഞു. ബേഥേൽ എന്ന് പറഞ്ഞ ആരാധനയുടെ സ്ഥലം, ആരാധിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും പറയുന്നത്, ഞാൻ നിന്നെ വിടുകയില്ല, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമത് സംസാരിക്കുകയാണ് ഹല്ലേലൂയ, യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എരിഹോ എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്ന ഒരു സ്ഥലം. ഹല്ലേലൂയ അവിടുന്നും രക്ഷപ്പെട്ട് ഹല്ലേലൂയ നമുക്കറിയാം ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് ഇപ്പോൾ മതി യഹോവേ എന്നെ എടുത്തുകൊള്ളണമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ്റെ ജീവനെ എടുക്കുകയല്ല ചെയ്തത്. ദൈവം പറഞ്ഞത്, നീ പോയി ഒരു പ്രവാചകനെയും അല്ലെങ്കിൽ ഒരു രാജാവിനെയൊക്കെ അഭിഷേകം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവൻ്റെ ജീവിതം തീർന്നു, എനിക്ക് ഇനി മതി എന്നവൻ പറഞ്ഞപ്പോൾ പറഞ്ഞേക്കുന്നത്, നിനക്കായിട്ടില്ല സമയം, ഹല്ലേലൂയ ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ടെന്നാണ്. നമ്മൾ വിചാരിക്കും, തീർന്നു കാണും, അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന അങ്ങനല്ല. ഹല്ലേലൂയ ദൈവത്തിൻ്റെ പല പദ്ധതികൾ നമ്മളെക്കുറിച്ചുണ്ട്. ഹല്ലേലൂയ ഇവിടെ പറയാണ്, അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി. എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട്, ഇന്ന് യഹോവ നിന്റെ യജമാനെ നിന്റെ അടുക്കൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, അതെ ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പെന്ന് പറഞ്ഞു. ഏലിയ അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു പറഞ്ഞാൽ ആ മരണത്തിൻ്റെ അവസ്ഥ അങ്ങനെ അല്ലെങ്കിൽ അവൻ പോകാറായി എന്നുള്ള ഒരു കാര്യം വിളിച്ചറിയിക്കുക, യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും പറയുന്നു, അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേര് ചെന്ന് ദൂരത്തു നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പ് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തൂടി അക്കരെ കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ അങ്ങനെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, ഇല്ല അല്ലെന്ന് വരികിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു.
അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഏലിശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളിയപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടക്കി യോർദാൻ അരികെ നിന്നു. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലിശ ഇക്കരെ കടന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, ആ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ്. അവൻ പറഞ്ഞു, എനിക്ക് എന്തോ വേണം, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പ്രകാരം പറയുവാനിടയിൽ തീർന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കാണുള്ളത്. അപ്പോൾ ആർക്കാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം? അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം, ഹല്ലേലൂയ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഏലിശ പറയുന്നത്, എനിക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം, എനിക്ക് ഇച്ചിരി പോരാ, ഹല്ലേലൂയ, ഏലിയാവേ, ഹല്ലേലൂയ, എനിക്ക് ആത്മാവിൻ്റെ ഇരട്ടി, നിന്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഏലിശയുടെ പുറകെ പോയത്. കാരണം ഏലിശയെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഏലിയാവിന് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രവാചകനായിരുന്നു എന്ന് കാണുവാൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ, അവൻ്റെ മേൽ വന്നപ്പോൾ വലിയ ശക്തി ഏലിശയുടെ മേൽ വരുവാനിടയിൽ തീർന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ, ഹല്ലേലൂയ, അവരെ തേരും തേരാളികളും വന്ന്, ഹല്ലേലൂയ, ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോൾ ഏലിശയ്ക്ക് തിരിച്ചു പോരാൻ പറ്റത്തില്ല. അവൻ്റെ മേൽ വീണ ആ പുതപ്പെടുത്തുകൊണ്ട് അങ്ങ് വന്ന് വെള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചപ്പോൾ, ഹല്ലേലൂയ, വെള്ളം 2ആയിട്ട് പിരിഞ്ഞു. നമുക്കറിയാം, ആത്മാവിൻ്റെ ശക്തിയോടുകൂടി നമ്മൾ പാടുമ്പോൾ ഒക്കെ ഇങ്ങനെ പാടാറുണ്ട്. ഏലിയാവിൻ പുതപ്പ് വീടേ, നിന്റെ വിശ്വാസ ശോധനയിൽ. പ്രയാസ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ പറയുന്ന ഏലിയാവിൻ്റെ പുതപ്പ് എവിടെ? നിന്റെ വിശ്വാസ ശോധനയിൽ. അപ്പോൾ ഏലിയാവിൻ്റെ പുതപ്പ്, നമുക്കറിയാം, ഒരു ഇരട്ടി പങ്കുള്ളതാ. ഞാൻ പോകുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും എന്ന് ഏലിയാവ് പറഞ്ഞിരുന്നു. നിശ്ചയമായിട്ടും, ഹല്ലേലൂയ, ആ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് ഏലിശയ്ക്ക് ലഭിച്ചപ്പോൾ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ ഇരട്ടി പങ്കുള്ളവനായി അവൻ മാറുവാനിടയിൽ തീർന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം. അവൻ ആത്മശക്തി ഉള്ളവനായിരുന്നു, ഹല്ലേലൂയ, മരിച്ചു കഴിഞ്ഞിട്ടും, ഹല്ലേലൂയ, അവൻ്റെ മേലെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. എന്നാൽ ഏലിശ മരിച്ചു, അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ ആരാമ്യ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലിയാവിൻ്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ നിന്ന് വീണ് ഏലിശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. അപ്പോൾ മരിച്ചുപോയ ഒരു മനുഷ്യനായിരുന്നു, ഹല്ലേലൂയ, ഏലിശ. ആ ഏലിശയുടെ കല്ലറയിൽ ഒരാളെ ഇട്ടപ്പോൾ അവന് എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിന്നു. അപ്പം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന് ആത്മാവിൻ്റെ ഇരട്ടി പങ്കുണ്ടായിരുന്നു, ഹല്ലേലൂയ, ഇരട്ടി ശക്തി ഉണ്ടായിരുന്നു, ഹല്ലേലൂയ. ആ ദൈവദാസൻ്റെ അസ്ഥികളെ തൊട്ടപ്പോൾ കാലൂന്നി ജീവിച്ചു. അപ്പം ഒരു വലിയ ശക്തിയുള്ള പ്രവാചകനായിരുന്നു ഏലിശ എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. പുറകേ നടന്നു, എനിക്കൊരു ആ ശക്തി എനിക്ക് വേണം. എന്നെ ഗിൽഗാലിൽ നിന്ന് അവർ പുറപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു, ബേഥേലിൽ നിന്ന് പുറപ്പെടുമ്പോൾ അങ്ങനെ പറഞ്ഞു, യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ അങ്ങനെ പറഞ്ഞു, യോർദാനിൽ നിന്ന് പുറപ്പെടുമ്പോഴും പറഞ്ഞു, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല, എനിക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞാണ്, ഹല്ലേലൂയ, ആ ഏലിശ പുറകെ നടക്കുവാനിടയിൽ തീർന്നത്. നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ഹല്ലേലൂയ, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരും, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഇരട്ടി, കർത്താവേ, അല്പമല്ല, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് തരുമാറാകണമേ. നിശ്ചയമായും ദൈവം ആ കൃപകളാൽ നമ്മളെ നിറയ്ക്കുവാൻ തക്കോണം കഴിയും, ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സാഗരങ്ങളെ ശാന്തമാക്കി തീർക്കുന്നവനാണ് ദൈവം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, ഹല്ലേലൂയ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ
സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമക്കൽ ഭൂതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമക്കൽ ഭൂതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാ. സദൃശവാക്യം 22-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ താഴ്മ ധരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനുള്ള പ്രതിഫലം ധനമാണ്, മാനമാണ്, ജീവനാണ്. സദൃശവാക്യം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ വലങ്കൈ ദീർഘായുസ്സും ഇടങ്കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. എന്തോ നമുക്ക് ആവശ്യം അതെല്ലാം നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഹല്ലേലൂയ അവൻ സമ്പന്നനായ ദൈവമാണ്. ആ കർത്താവ് പറയുന്നത് ധനവും മാനവും ജീവനും എല്ലാം അവൻ്റെ സന്നിധിയിലുണ്ട്. ഹല്ലേലൂയ. താഴ്മ ധരിക്കണം. ഹല്ലേലൂയ. താഴ്മ ധരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ താഴ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുറിഞ്ഞ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എത്രയോ പേർ തകർന്ന ഹൃദയവുമായിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഹല്ലേലൂയ ആ ഹൃദയത്തെ നിരസിച്ച് കളയാത്ത കർത്താവ് അവരുടെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് ആർക്കും മറാക്കും. ഹല്ലേലൂയ. മുമ്പേ ഒരു പാട്ടുകാരൻ പ്രകാരം പാടിയല്ലോ, മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ. മരുഭൂമി പോലെ അല്ലെങ്കിൽ ശൂന്യതമായിരിക്കുന്ന ഒന്നുമില്ലാത്ത അനുഭവങ്ങളായിരിക്കും ഒരു പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന മരുഭൂമിയെ നീ മലർവാടിയാകാം. അവിടെ മലർവാടിയാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒന്നും കാണാതിരിക്കുമ്പോഴും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ തക്കണം ഹല്ലേലൂയ നമുക്ക് ഇടയാക്കി തീർക്കും. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളെയും ഹല്ലേലൂയ ഏത് സാഗരങ്ങളെയും ശാന്തമാക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അല്പം കൊണ്ടും അധികം കൊണ്ടും നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഏത് അന്തരീക്ഷത്തെയും ഹല്ലേലൂയ അത് ശാന്തമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുവാനും ഹല്ലേലൂയ ആ താഴ്മ ധരിച്ചുകൊണ്ട് ദൈവത്തിന് സല്ലായിരിക്കാനും ഹല്ലേലൂയ ഇടയാക്കി തരുന്നു. അതുകൊണ്ടാണ് ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിൽ എപ്പോഴും ദൈവത്തെക്കുറിച്ചും ഉള്ളൊരു ചിന്ത ഹല്ലേലൂയ ആരാധിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ആരാധനയെക്കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ കടന്നു വരുന്നെങ്കിൽ നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പോൾ തലമുറയായി ദൈവം നമ്മുടെ സങ്കേതമാണ്. അപ്പോൾ ആ സങ്കേതമായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടെ കടന്നു ചെല്ലുവാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. നിശ്ചയമായിട്ടും ഹല്ലേലൂയ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും.